അങ്ങനെ എലക്ഷൻ കഴിഞ്ഞു. UDF വൻ ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപകടകരമല്ലാത്ത രീതിയിൽ അത് തെറ്റല്ല. അപകടപരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അത് തെറ്റാണ്. അപകടകരമായ രീതിയിൽ വെക്കാൻ ശ്രമിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തില്ല. ചെറുപ്പക്കാർക്ക് വലിയ ആഗ്രഹങ്ങൾ കണ്ടില്ല, ഇതാരും മറന്നിട്ട് ഇല്ലല്ലോ. എലക്ഷൻ പ്രചാരണത്തിന്റെ അവസാന സമയത്ത് നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രസ്താവന, ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ലക്ഷങ്ങളുടെ വോട്ടായിരിക്കും മറിഞ്ഞിട്ടുണ്ടാവുക UDFിലേക്ക് 100%. കാരണം കേരളത്തിലുള്ള യുവാക്കൾ, അതുമായിട്ട് വാഹനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർ, ഇവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമായിരുന്നു നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി നമ്മളോട് സംസാരിച്ചതും. അതിൻ്റെ വാഹനം മോഡിഫിക്കേഷന് ചെയ്യുന്നത്, ഗവൺമെൻറ് ചെയ്യുന്നതിന്, വാഹന മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന VD സതീശന് പ്രസ്താവന ഇറക്കിയത് ജനങ്ങളുടെ പൾസ് അറിയുന്ന, അല്ലെങ്കിൽ യുവാക്കളുടെ പൾസ് അറിയുന്ന ഒരു മന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ്, പ്രസ് മീറ്റിംഗ്സുകൾ, ഇതൊക്കെ വളരെയധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അദ്ദേഹം വളരെ നല്ല രീതിയിൽ കേരളത്തെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കേരളത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ വളരെ നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. വാഹനം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും നല്ല സ്കില്ലുള്ള, ഇൻ്റർനാഷണൽ ലെവലിൽ കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റിയ അത്രയ്ക്കും നല്ല സ്കില്ലുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. വാഹനം മോഡിഫിക്കേഷന് ചെയ്യുന്നത്, വാഹനം മോഡിഫൈ ചെയ്ത വാഹനത്തിന് ഇൻ്റർനാഷണൽ ലെവലിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് ഇവിടുത്തെ LDF ഗവൺമെൻറ്റിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇൻ്റർനാഷണൽ ലെവലിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്ക് വൻ ഡിമാൻഡാണ്, പറയുന്ന പൈസയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഈ വാഹനം മോഡിഫൈ ചെയ്യുന്ന ആളുകളെ ഇത്രയ്ക്ക് ദ്രോഹിച്ചിട്ടും അവർ ചെയ്ത വണ്ടികൾ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ കാത്തിരിക്കുവാണ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ വാഹനങ്ങൾ നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുവഴി കേരള ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാനമാകും, നല്ലൊരു ടാക്സും നിശ്ചയിക്കാവുന്നതാണ്. നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല അത്. നമ്മുടെ ഇമേജ്, കേരളത്തിൻ്റെ ഇമേജ് ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ്സാണ് വാഹനം മോഡിഫൈ ചെയ്യുന്ന ബിസിനസ്. യുവാക്കൾക്കൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആണ് ആ ബിസിനസ് ചെയ്യാനും ആ ജോലി ചെയ്യാനും ഒക്കെ. കേരള ഗവൺമെൻറ് നിർബന്ധമായിട്ടും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കണം. അവർക്കൊക്കെ ലൈസൻസുകൾ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. മുൻപത്തെ ഗവൺമെൻറ് ഇതിനെ ശരിക്ക് യൂട്ടിലൈസ് ചെയ്യാതെ എങ്ങനെ കൂടുതൽ പൈസ ഇവരുടെ കയ്യിൽ നിന്ന് ഫൈനായിട്ട് മേടിക്കാം എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നല്ലൊരു മാർക്കറ്റാണ്, നമ്മുടെ ഗവൺമെൻറ്റിന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന് എന്ന് ഇതിനെക്കുറിച്ച് അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് UDF ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ
പ്രസ്താവനകളും അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ 100% ചെയ്തു തരും എന്ന് നമുക്കൊക്കെ ഉറപ്പിക്കാം. അപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ കീഴിൽ 5 വർഷം നമുക്ക് നല്ല ഒരു ഭരണം ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കോൺഗ്രസ് ഈ 5 വർഷം നന്നായിട്ട് ഭരിക്കണം. നമ്മുടെ കേരളം ഭയങ്കരമായിട്ട് പല പ്രശ്നങ്ങളിലും യുവാക്കൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ജോലിയില്ല, ബിസിനസ് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ബിസിനസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കുക, ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും പുതിയ ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടുക, ഒരുപാട് ബിസിനസ്സുകൾ പൂട്ടിപ്പിക്കുക. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ യുവ സംരംഭകർ, യുവ ബിസിനസ്സുകാർ മൊത്തം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്.